ലോറൻസിന്റെ മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് കൊച്ചി മെഡിക്കൽ കോളേജ് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചു. കുടുംബാംഗങ്ങൾ നാളെ കമ്മിറ്റി മുൻപാകെ ഹാജരാകണം. അതിനിടെ മൃതദേഹം പഠനത്തിന് വിട്ടുകൊടുക്കണമെന്ന ആഗ്രഹം പിതാവ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് കരുതുന്നതായി മകൻ ML സജീവ് പറയുന്നു. ആരും ആഗ്രഹിക്കാത്ത നാടകീയ കാര്യങ്ങളാണ് ഇന്നലെ ടൗൺ ഹാളിൽ ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മകൻ ML സജീവ് സംസാരിക്കുന്നു. ഇങ്ങനെ എതിർപ്പുണ്ടാകുമെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റിങ്സും ചിലർ സംസാരിക്കുന്നതെല്ലാം മനസ്സിലായിരുന്നു. പക്ഷേ ഇത് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. ഒഴിവാക്കണമെങ്കിൽ ഉണ്ടാക്കിയ ആൾക്കാർ തീരുമാനിക്കണം. സിസ്റ്ററായിരുന്നു എൻ്റെ മുന്നിൽ നിന്നിരുന്നത്. പക്ഷേ സിസ്റ്ററിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും അതിൽ കൂടിയിട്ടുണ്ട്. BJP രാഷ്ട്രീയം എന്നുള്ളതാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? BJPയുടെ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ BJPയുടെയും RSSൻ്റെയും ചില ആൾക്കാരെങ്കിലും അവരെ പെറ്റിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇത് പ്രകാരം പാർട്ടി വളർത്താൻ പറ്റും, അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ആൾക്കാരെ തളർത്താൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇവളതിൻ്റെ ഒരു ടൂളായിട്ട് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങേക്ക് പാർട്ടിയോട് CPM-നോട് കടപ്പാടുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ തീരുമാനം അങ്ങ് ഉറച്ചു നിൽക്കുന്നതെന്നാണ് അവർ സഹോദരി പറയുന്നത്. അങ്ങനെ കടപ്പാടിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ലെഫ്റ്റ് പൊളിറ്റിക്സിനോട് ആഭിമുഖ്യം കാണിക്കുന്ന ആളാണ്. പാർട്ടി മെമ്പറാണ്. ഇപ്പോൾ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിനോടാണ് തീരുമാനം എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജിനോട് അവരെ ഏതെങ്കിലും തരത്തിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കേൾക്കാനോ മറ്റോ? ഇല്ല, ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരം എന്താണ് ഓർഡേഴ്സ് വന്നതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇന്ന് വർക്കിംഗ് അവേഴ്സ് ഇപ്പോൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന സഖാവ് MM ലോറൻസ് എന്തുകൊണ്ടായിരിക്കാം ഒരു സാധാരണ എഴുതി വയ്ക്കുക അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടോ? അറിയാം. അതിപ്പോൾ അപ്പച്ചനോട് ചോദിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ചിലപ്പോൾ വെച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇനി കണ്ടെത്തി കഴിഞ്ഞാൽ കൊടുക്കും. എഴുതി വയ്ക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഞാനത് വിട്ടുകൊടുക്കാനായിട്ട് പാർട്ടിയോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പ്രകാരമാണ് ചെയ്തത്. ഞാനും എൻ്റെ വേറൊരു സിസ്റ്റർ സുജാതയും അതിനുവേണ്ട പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വേറെ ആരോടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? പറയാൻ പറ്റുന്ന കാര്യമാണോ? വേറെ പലരോടും പറഞ്ഞിട്ടുണ്ട്. അവരിത് പറയുമോ? അവരും ഇക്കാര്യം സാക്ഷ്യം പറയുമായിരിക്കും. അവർ സത്യം പറയുന്ന ആൾക്കാരാണ്, അവർ പറയുമായിരിക്കും.